ഹലോ ഗൈസ്, ഞാൻ ഇന്ന് മുട്ട ബിരിയാണിയാണ് വെക്കുന്നത്. അത് കുക്കറിലാണ് വെക്കുന്നതിന്. അതിലേക്ക് ആവശ്യമായി കുറച്ച് നെയ്യ് ഒഴിച്ചു, അതിലിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പെരിഞ്ചീരകം, കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് ഞാനൊന്ന് വശക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്യാരറ്റ്, സവാള, തക്കാളിക്ക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ഇട്ട് നല്ലതുപോലെ ആവശ്യത്തിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ അതിനെ വശക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുക്കറിൽ മുട്ട ബിരിയാണി വയ്ക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കിയതാണ്, സക്സസ് ആവുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. അതിനെന്നിട്ട് അതിലോട്ട് നമ്മൾ മുളക് പൊടി, പെരിഞ്ചീരകം, കുരുമുളക് പൊടി, കുറച്ച് മസാലപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് അതിനെ ഒന്ന് നല്ലതുപോലെ ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്, വഴറ്റിയെടുത്തിട്ട് ഞാൻ മുട്ട നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പൊളിച്ച് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 കപ്പ് വെള്ളമാണ് അടുത്ത് ഒഴിക്കുന്നത്. 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അത് നല്ല തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നു. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല തിള വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ശരിയാവോ ഇല്ലേന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. എന്നിട്ട് ഞാൻ അതിലോട്ട് കൈമ റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കൈമ റൈസ് അതിലോട്ട് ആവശ്യത്തിന് കൈമ റൈസ് ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തത്. 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അത് കൈമ റൈസ് അതിലോട്ട് ഇട്ടിട്ട് അതിനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് മല്ലിയിലയൊക്കെ തൂകി വെച്ചിട്ട് കുക്കറിനെ അടച്ചു വെച്ച് വിസിൽ വരാൻ വേണ്ടി. ഞാൻ 2 വിസിലിനാണ് കുക്കർ ഓഫ് ചെയ്തത്. 2 വിസിൽ വരെ ഞാൻ അതിന് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തണുത്ത ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അടിപൊളി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ബിരിയാണി വെച്ച് കുക്കറിൽ മുട്ട ബിരിയാണി വെച്ചത് സത്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.